ഞാൻ പിന്നെ വന്നു. ഹലോ, വെൽക്കം ബാക്ക് ബോയ്സ് ആൻഡ് ഗേൾസ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് കാറുകളുടെ വില കൂത്തനെ ഇടിയാൻ പോവാണ്. അത് നിങ്ങൾ അറിഞ്ഞായിരുന്നോ? അത് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ച്. ഓക്കെ, 2 ആഴ്ച കഴിഞ്ഞാൽ കാറുകളുടെ വില കൂത്തനങ്ങോട്ട് ഇടിയാൻ പോവാണ്. അതായത് GST ഒക്കെ അങ്ങോട്ട് കുറയാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൈസ് ലിസ്റ്റ് ഒക്കെ ഏതാണെന്ന് പറയാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും അമർത്തുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ വരും. ലൈക്കും ചെയ്യുക. ഓക്കെ, കൂടെ സപ്പോർട്ട് ചെയ്യുക. നമുക്കൊരു 1K സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യമുണ്ട്, ഇതുവരെ ആയിട്ടില്ല. ഓക്കെ, ആൻഡ് നമുക്ക് കാറിൻ്റെ പ്രൈസ് ലിസ്റ്റ് ഏതൊക്കെ നോക്കാം. നമുക്ക് ടൊയോട്ടൻ്റെ പ്രൈസ് ലിസ്റ്റിലേക്ക് തന്നെ നമുക്ക് ആദ്യം വരാം. ഓക്കെ, ആൻഡ് ടൊയോട്ടൻ്റെ ഗ്ലെൻസയിലേക്ക് തന്നെ നമുക്ക് ആദ്യം വരാം. 85,000 രൂപയാണ് നമുക്ക് ടൊയോട്ടൻ്റെ ഗ്ലെൻസയിൽ കുറയാൻ പോകുന്നത്. അതുമാതിരി തന്നെ ടൈസറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 1,11,000 രൂപ നമുക്ക് ടൈസർ കുറയുന്നുണ്ട്. അതുമാതിരി തന്നെ ഹൈറൈഡറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 65,000 രൂപ കുറയുന്നുണ്ട്. ചെറിയ എമൗണ്ടാണ് നമുക്ക് കുറയുന്നത്. അതുപോലെ തന്നെ ടൊയോട്ടയിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളൊരു കാറാണ് ക്രിസ്റ്റയും അതുമാതിരി തന്നെ ഹൈക്രോസും ഫോർച്യൂണറിൻ്റെ ലെജൻഡറും. ഓക്കെ, അതിൻ്റെയൊക്കെ പ്രൈസ് ലിസ്റ്റ് നമുക്ക് നോക്കാം. ഇന്നോവ ക്രിസ്റ്റയിലേക്ക് വരികയാണെങ്കിൽ 1,80,000 രൂപയാണ് പ്രൈസ് കുറയുന്നത്. ഓക്കെ, വലിയൊരു കിട്ടലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതുമാതിരി തന്നെ ഇന്നോവൻ്റെ ഹൈക്രോസിലേക്ക് വരികയാണെങ്കിൽ 1,15,000 രൂപ കുറയുന്നുണ്ട്. അതുമാതിരി ഫോർച്യൂണറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 3.5 ലക്ഷം രൂപയാണ് നമുക്ക് കുറയാൻ പോകുന്നത്. ഓക്കെ, അതുമാതിരി തന്നെ ലെജൻഡറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ലെജൻഡറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 3,34,000 രൂപയാണ് ഫോർച്യൂണറിൻ്റെ ലെജൻഡറിനും കുറയുന്നത്. ഓക്കെ, അതുമാതിരി തന്നെ ഹില്ലക്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 2,50,000 രൂപ, അതായത് 2.5 ലക്ഷം രൂപയാണ് ഇതിനും കുറവ് വരുന്നത്. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞത് ടൊയോട്ടൻ്റെ കാറിൻ്റെ പ്രൈസ് മാത്രമാണ്. വേറെയും കുറേ കാറുകളുടെ ഇടിവ് വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ടൊയോട്ടൻ്റെ മാത്രമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ എടുക്കാൻ പോകുന്ന കാർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇന്നോവ ക്രിസ്റ്റ ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരും എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയ്ക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളത്. അതുമാതിരി തന്നെ ഫോർച്യൂണറിനും ഫാൻ ബേസ് ഉണ്ട്. ഇതിലാണ് തന്നെ ഫോർച്യൂണറിനും ലെജൻഡറിനും ഫാൻ ബേസ് ഇല്ല എന്നല്ല, ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് എനിക്ക് തോന്നുന്നു ഹൈക്രോസിനും അതുമാതിരി തന്നെ ക്രിസ്റ്റക്കും ലെജൻഡറിനാണ് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളത്. 3 പുലികളാണ്, പുലി കുട്ടികളാണ്. ഓക്കെ, നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കാറുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ബാക്കിയുള്ള കാറുകളൊക്കെ പറ്റി പറയാം. ഓക്കെ, അതുമാതിരി തന്നെ നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തിയിടുക. ഓക്കെ, എല്ലാം ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അതുമാതിരി തന്നെ നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുമാതിരി തുടർന്നുള്ള വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ബെല്ലൈക്കൺ അമർത്തി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.